ആരാലും അറിയപ്പെടാതിരുന്ന ഒരു കൊച്ചു ഗ്രാമം. അതിന്നറിയപ്പെടുന്നത് ഒരു വിശുദ്ധയുടെ പേരിലാണ്. ഞാൻ പോകാൻ ഏറെ ഇഷ്ടപ്പെടുന്നതും എനിക്കേറെ പ്രിയപ്പെട്ടതുമായ അവിടേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനും ഒറ്റയ്ക്കായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എത്തിച്ചേരുന്നതും ഇവിടെ തന്നെയാണ്. വേറെ എവിടേക്കുമല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമയുടെ ഭരണങ്ങാനം പള്ളിയിലേക്കാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ശേഷം എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഫ്രാൻസിസ്കൻ പാത പിന്തുടർന്ന് ജീവിച്ച ഒരു വിശുദ്ധ. വെറുതെ വാക്കുകൾ കൊണ്ടോ ഓർമ്മകൾ കൊണ്ടോ ഒന്നുമല്ല, എന്തെന്നില്ലാതെ അൽഫോൻസാമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ സ്വന്തമെന്ന് തോന്നാവുന്ന ഒരു ഹൃദയടുപ്പം തോന്നിപ്പോകുന്ന ഒരു വിശുദ്ധയാണ്. മാധ്യമങ്ങളുടെ അതിപ്രസരമൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജനിച്ച് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ തിളക്കമാർന്ന പട്ടും ആടയാഭരണങ്ങളും ഉപേക്ഷിച്ച് സന്യാസത്തിൻ്റെ ആവതിയിലേക്ക് ചേക്കേറിയപ്പോൾ അവളുടെ സ്വപ്നം ഈശോയിൽ ഒന്നാവുക എന്നതായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ താനായിരിക്കുന്ന തൻ്റെ അവസ്ഥയിൽ ഈശോയെ ഒരുപാട് സ്നേഹിച്ചു. തന്നാലാവും വിധം ലോകത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. വിശുദ്ധ അൽഫോൻസാമയോട് ചോദിക്കുന്നതൊന്നും ആർക്കും ഇതുവരെ കിട്ടാതിരുന്നിട്ടില്ല. കാരണം പലപ്പോഴും അൽഫോൻസാമ പറഞ്ഞു, ലഭിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന്. ആരും അറിയാത്ത ഒരു പുണ്യവതിയായി തീരണമെന്ന അവളുടെ ആഗ്രഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിശുദ്ധയാക്കി അവളെ മാറ്റി. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയുടെ സഹനപുത്രിയായ വിശുദ്ധ അൽഫോൻസാമ ഇന്നും ഈ മണ്ണിനോടും മനുഷ്യരോടും പറയുന്നത് അതുതന്നെയാണ്: എളിമയാണ് സുഹൃത്തുക്കളുടെ രാജ്ഞിയെന്ന്.